ഹലോ, A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ചരിത്രാതീത കാലം മുതൽക്കുള്ള മനുഷ്യൻ്റെ പറക്കണമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ റൈറ്റ് സഹോദരന്മാരുടെ കഥയാണ് ഇന്നത്തെ വീഡിയോ. 1903 ഡിസംബറിലെ ഒരു പ്രഭാതം അമേരിക്കയിലെ നോർത്ത് കരോലിയനിലുള്ള ഒരു ഹോട്ടലിലേക്ക് ഒരാൾ ഓടിക്കിതച്ചെത്തി. കുറച്ചകലെയുള്ള കടലോര പ്രദേശത്ത് നിന്ന് വരികയാണെന്ന് സ്വയം പരിചയപ്പെടുത്തി. അയാൾ ഒരു വീപ്പ നിറയെ ഓയിസ്റ്റർ ആവശ്യപ്പെട്ടു. ഓയിസ്റ്റർ എന്നാൽ ഒരിനം കക്ക. അമ്പരന്ന് നിന്ന ഹോട്ടൽ ഉടമയോട് അയാൾ പറഞ്ഞു, അവിടെ കിറ്റി ഹോക്ക് ദ്വീപിൽ 2 കിറുക്കന്മാർ പറക്കാനാണെന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. മരിക്കുന്നതിന് മുൻപ് അവർക്ക് കുറച്ച് ഓയിസ്റ്റർ കഴിക്കണമത്രേ. ജ്യേഷ്ഠാനുജന്മാരായ വിൽബർ റൈറ്റും ഓർവിൽ റൈറ്റുമായിരുന്നു ഈ കഥയിലെ കിറുക്കന്മാർ. വിമാനം കണ്ടുപിടിച്ചതിൻ്റെ പേരിൽ ലോകം എന്നും ആദരവോടെ ഓർക്കുന്ന റൈറ്റ് സഹോദരന്മാർ. കുട്ടിക്കാലത്ത് അച്ഛൻ സമ്മാനിച്ച ഒരു പറക്കും പമ്പരമാണ് റൈറ്റ് സഹോദരന്മാരുടെ ജീവിതം ഉയർത്തിവിട്ടത്. മനുഷ്യന് പറക്കാൻ കഴിയുന്ന ഒരു വാഹനം സ്വപ്നം കണ്ടവർ വളർന്നപ്പോൾ പറക്കും വാഹനത്തിനു വേണ്ടിയുള്ള ഗവേഷണങ്ങളിൽ മുഴുകി. ഒടുവിൽ പഠിച്ചത് പലതും പരീക്ഷിച്ചു നോക്കാനുള്ള ഒരിടം അവർ കണ്ടെത്തി. വടക്കൻ കരോലിനയിലുള്ള കിറ്റി ഹോക്ക് ദ്വീപായിരുന്നു ആ സ്ഥലം. 3 വർഷത്തെ പറക്കൽ പരീക്ഷണങ്ങൾക്കൊടുവിൽ ആ ദിവസം വന്നെത്തി. 1903 ഡിസംബർ 17 സദാ കനത്ത കാറ്റ് വീശുന്ന കിറ്റി ഹോക്ക് കടൽ തീരത്തെ താൽക്കാലിക ഷെഡിനു മുന്നിൽ 2 നില ചിറകുള്ള ഒരു വിമാനം തയ്യാറായി നിന്നു. തടിയും കമ്പിയും ക്യാൻവാസും കൊണ്ടുണ്ടാക്കിയ ആ യന്ത്രത്തിന് ഇന്നത്തെ വിമാനങ്ങളുമായി ഒരു സാമീപ്യവും ഉണ്ടായിരുന്നില്ല. വിൽബറും ഓർവിലും പരസ്പരം കൈകൊടുത്തു. ഇനി ഒരിക്കലും കാണാനാകുമോ എന്നുറപ്പില്ലാത്തതുപോലെ. ലോകത്തിൻ്റെ ഗതി മാറ്റിയ ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷികളാകാൻ ആകെ ഉണ്ടായിരുന്നത് ജോൺ ഡാനിയൽസ് അടക്കം 5 പേർ മാത്രം. തുടർന്ന് ഓർവിലും വിൽബറും ചേർന്ന് ഫ്ലയർ എന്ന് പേരിട്ട തങ്ങളുടെ വിമാനം സ്റ്റാർട്ട് ചെയ്തു. എഞ്ചിൻ്റെ ഇരമ്പൽ റൈറ്റ് സഹോദരന്മാരുടെ നെഞ്ചിടിപ്പിനേക്കാൾ ശക്തിയായി. വളരെ സൂക്ഷിച്ച് ഓർവിൽ പറക്കും യന്ത്രത്തിലേക്ക് കയറി. കീഴ്ച്ചിറകിൽ കമഴ്ന്നു കിടന്നു. എന്നിട്ട് സാവധാനം വിമാനം കെട്ടി നിർത്തിയിട്ടിരുന്ന വയർ അഴിച്ചുവിട്ടു. യന്ത്രം ഇതാ നീങ്ങുകയാണ്. ആദ്യം നടുക്കുന്ന വേഗത്തിൽ, പെട്ടെന്ന് വേഗം കൂടി. ഇപ്പോൾ ഓർവിൽ ഉയരുകയാണ്. വിമാനത്തിൻ്റെ ചലനം നിയന്ത്രിക്കുന്നതിനായി മുൻവശത്ത് ഘടിപ്പിച്ചിരുന്ന ലിവർ താഴ്ത്തിയും ഉയർത്തിയും ഓർവിൽ അല്പനേരം ആകാശത്ത് പറന്നു. പിന്നെ വെള്ളത്തിലെ മീനിന് നേരെ പാഞ്ഞിറങ്ങുന്ന പൊന്മാനെ പോലെ നിലത്തേക്ക് ഊളിയിട്ടു തുടങ്ങി. പൂത്തിരി പോലെ ചുറ്റും മണൽ ചിതറിക്കൊണ്ട് ഫ്ലയർ നിലത്ത് ഇടിച്ചിറക്കി. ഫ്ലയർ എന്ന ആ വിമാനം ആകെ പറന്നത് 120 അടി ദൂരമാണ്. അതിനടുത്ത സമയമാകട്ടെ 12 സെക്കൻഡും. അന്നു തന്നെ 3 വട്ടം കൂടി ഫ്ലയർ ആകാശത്തേക്ക് ഉയർന്നു. ആകെ സഞ്ചരിച്ചത് 852 അടി. പറന്ന സമയം 1 മിനിറ്റ് എടുത്ത്. എന്നാൽ ആ ചെറിയ ദൂരവും സമയവും ചരിത്രത്തിൽ ഇന്നും ചിറക് വിരിച്ചു നിൽക്കുന്നു. വിമാനം കണ്ടെത്തിയതോടെ നിലം തൊടാനാവാത്ത തിരക്കുകളിലേക്ക് ആ സഹോദരങ്ങളുടെ ജീവിതം വഴിമാറി. വിമാനങ്ങളുടെ വരവായതോടെ ലോകഗതിയും പുതിയൊരു വഴിക്കായി. മിൽട്ടൺ റൈറ്റ് എന്ന പുരോഹിതൻ്റെയും സൂസൻ കാദറിൻ്റെയും 5 മക്കളിൽ 3-ാമത്തെയാളായി 1867 ഏപ്രിൽ 16 വിൽബർ റൈറ്റ് ജനിച്ചു. അമേരിക്കയിലെ ഇൻഡ്യാനയിലായിരുന്നു അപ്പോൾ അവരുടെ കുടുംബം. 1871 ഓഗസ്റ്റ് 19 ഓർവിൽ ജനിക്കുമ്പോൾ റൈറ്റ് കുടുംബം ഒഹിയോയിലുള്ള ഡൈറ്റൺ ഫാം ഹൗസിലേക്ക് താമസം മാറ്റി. ചെറുതെങ്കിലും ഒരിക്കലും മറക്കാനാവാത്ത ഒരു സമ്മാനം. അതാണ് റൈറ്റ് സഹോദരന്മാരുടെ ജീവിതം വഴിതിരിച്ചു വിട്ടത്. 1878 ഒരു രാത്രി വീട്ടിലെത്തിയ ബിഷപ്പ് റൈറ്റ് മക്കൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് നൽകി. 11 വയസ്സുകാരനായ വിൽബറിനെയും 7 വയസ്സുള്ള ഓർവിലിനെയും അമ്പരപ്പിച്ചുകൊണ്ട് ആ സമ്മാനം അച്ഛൻ്റെ കയ്യിൽ നിന്ന് മുറിയുടെ മുകൾ തട്ടിലേക്ക് പറന്നുയർന്നു. അക്കാലത്ത് യൂറോപ്പിലെ കുട്ടികളുടെ
പ്രിയ കളിപ്പാട്ടമായ ചൈനീസ് പമ്പരമായിരുന്നു അത്. പമ്പരം പൊട്ടിപ്പോയപ്പോൾ അവർ അതുപോലെ വേറൊന്നുണ്ടാക്കി, പിന്നെ വേറൊന്ന്. അവരതിനെ ബാറ്റ് എന്ന് വിളിച്ചു. ആ കളിപ്പാട്ടം നൽകിയ അത്ഭുതവും സന്തോഷവും പിന്നീടുള്ള കാലം മുഴുവൻ റൈറ്റ് സഹോദരന്മാർ ഓർമ്മിച്ചു. ആ ചുവടുവയ്പ് ചരിത്രത്തിൻ്റെ താളുകളിലേക്കാണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. 1912 മെയ് 30 ടൈഫോയിഡ് ബാധിതനായ വിൽബർട്ട് റൈറ്റ് അന്തരിച്ചു. വിൽബർട്ടിൻ്റെ വിയോഗം ഓർവെലിനെ തളർത്തി. വിമാനങ്ങൾ നിർമ്മിച്ച് നൽകാമെന്ന് പലരോടും കരാറുണ്ടായിരുന്നത് കാരണം അങ്ങനെ ഒതുങ്ങിക്കൂടാൻ അദ്ദേഹത്തിനായില്ല. റൈറ്റ് സഹോദരന്മാരുടെ വിമാന കമ്പനിയുടെ പ്രസിഡൻ്റായി ഓർവെൽ ചുമതലയേറ്റു. 1948 ജനുവരി 30 തൻ്റെ 76-ാം വയസ്സിൽ ഓർവെൽ റൈറ്റും ഈ ലോകത്തോട് യാത്ര പറഞ്ഞു.